പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 21 ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന പൊന്നു തമ്പുരാന് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈശോയുടെ സംരക്ഷണവും സാന്നിധ്യവും കൂടെ ഉണ്ടാകട്ടെ. ലൂക്കാ സുവിശേഷം 22 അധ്യായം 26 വചനം ധ്യാനിക്കാം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ഈശോയോടൊപ്പം നടന്ന അപ്പോസ്തലന്മാരുടെ ഇടയിൽ പോലും ഈഗോ പ്രശ്നമുണ്ടായി. അതിനുള്ള മറുപടിയാണ് കർത്താവ് പറയുന്ന ഇന്നത്തെ വചനം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിലെ കാര്യം പറയാനുണ്ടോ? സമൂഹത്തിൻ്റെ ഏത് തട്ടിൽ നോക്കിയാലും ആളാകാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികളെ കണ്ടെത്താൻ പറ്റും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുക. പിന്നെ ഒരിക്കലും എവിടെയും വലിയ ആളാകാൻ നാം ശ്രമിക്കില്ല. എളിമയോടെ മാത്രം ജീവിക്കാനേ നമുക്ക് സാധിക്കൂ. കർത്താവെ, ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ചെറിയവനായി ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.